ഒരുപക്ഷെ നിർമ്മാതാവ് എങ്ങനെയെങ്കിലും ഇങ്ങനെ ആവട്ടെ, എങ്ങനെയെങ്കിലും പോകട്ടെ, അങ്ങേക്കറിയാലോ അങ്ങനെ നിർമ്മാതാവ് കൂടി ആയതുകൊണ്ട് അവസാന നിമിഷം ഇത്രയും പണം പോകുന്നൊരവസ്ഥ, വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നൊരവസ്ഥ. അപ്പോൾ സിനിമ എങ്ങനെയെങ്കിലും വെളിച്ചം കാണട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ സമയപരിധിക്കകത്തുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് വഴങ്ങിയാണ്. ഒരു വലിയ ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പോരാട്ടത്തിനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുമ്പോഴും ഈ സിനിമയ്ക്ക് മാത്രമായി അങ്ങനെ ഒരു പോരാട്ടം നടത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ആ സിനിമ കഴിയുന്നത്ര വേഗം തിയേറ്ററിലേക്ക് എത്തുക, വെള്ളിയാഴ്ച എത്തിക്കുക എന്നാണ് അവർ ലക്ഷ്യപ്പെടുന്നത്. അപ്പോൾ അതിനുവേണ്ടി വളരെ വേഗം അതിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കുന്നത്. എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല? സുരേഷ് ഗോപി മിണ്ടേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. സുരേഷ് ഗോപി സിനിമയിലെ നായക കഥാപാത്രമാണ്. ഈ നായക കഥാപാത്രമാണ് ഇതിൽ അന്യമതസ്ഥനായി വരുന്നത്. അദ്ദേഹം അതിലെ കഥാപാത്രത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. പക്ഷേ അദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമായി ഇങ്ങനെ ഒരു വിഷയം അവിടെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടേ, ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പ്രതികരിക്കേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം നിങ്ങൾ കോടതിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത്? അദ്ദേഹം ഒരു പരസ്യ പ്രതികരണം ഉത്തരവാദിത്തത്തോടെ അദ്ദേഹം സമൂഹത്തോട് പ്രതികരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്.